SSLC പബ്ലിക് എക്സാമിന് 100% എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഐസോമെറിസത്തിൽ നിന്നുള്ള ഒരു ചോദ്യം. സോ ക്വസ്റ്റ്യൻ നോക്കാം. 4 കോമ്പൗണ്ടുകളുടെ സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ ചെയിൻ ഐസോമർ ഓഫ് കോമ്പൗണ്ട് 1. ഈ ഒരു കോമ്പൗണ്ടിന്റെ ചെയിൻ ഐസോമറിന്റെ സ്ട്രക്ചർ ആണ് നിങ്ങൾ എഴുതേണ്ടത്. സോ നമുക്ക് കോമ്പൗണ്ട് ഏതാന്ന് നോക്കാം. CH3, CH3, CH2, CH2, CH3. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. മക്കളെ ഇതിന്റെ ചെയിൻ ഐസോമർ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കോ. ഈ അവസാനത്തെ CH3 ഗ്രൂപ്പിനെ എടുത്ത് നിങ്ങൾ ഈ കാർബൺ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്യിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ ചെയിൻ ഐസോമർ കിട്ടി. സോ ഞാൻ ചെയിൻ ഐസോമർ എഴുതാം. ചെയിൻ ഐസോമർ is CH3. രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ഈ കാർബൺ ആറ്റത്തിലേക്ക് ആര് വന്നു? ദാ ഈ CH3 ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്തു. ആൻഡ് ലാസ്റ്റ് CH3 അവിടെ തന്നെ ഉണ്ട്. സോ ദിസ് ഈസ് ദ ചെയിൻ ഐസോമർ ഓഫ് ദ ഫസ്റ്റ് കോമ്പൗണ്ട്. ആദ്യത്തെ കോമ്പൗണ്ടിന്റെ ചെയിൻ ഐസോമർ ഇതാണ്. രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ പെയർ ഓഫ് ഫങ്ഷണൽ ഐസോമേഴ്സ്. ഇതിൽ നിന്നും ഫങ്ഷണൽ ഐസോമറുകളെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. സോ നമുക്ക് നോക്കാം. നമ്മുടെ സെക്കൻഡ് കോമ്പൗണ്ട് ഈസ് ആൻ ഈത്തർ. അല്ലെ, ഇതൊരു ഈത്തർ ആണ്. എന്തുകൊണ്ടാ? ഈത്തർ ലിങ്കേജ് വന്നിട്ടുണ്ട്. ആൽക്കോക്സി ഗ്രൂപ്പ് ആണ് ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ്. സോ ഇതൊരു ഈത്തർ ആണ്. ഈത്തറുകളുടെ ഫങ്ഷണൽ ഐസോമർ എപ്പോഴും ഒരു ആൽക്കഹോൾ ആയിരിക്കും. ഓർത്തു വയ്ക്കുക. ആൽക്കഹോൾ തന്നാൽ ഈത്തർ, ഈതർ തന്നാൽ ആൽക്കഹോൾ, ആൽഡിഹൈഡുകൾ തന്നാൽ കീറ്റോൺ ആയിരിക്കും ഫങ്ഷണൽ ഐസോമർ, ആസിഡുകൾ തന്നാൽ എസ്റ്റർ ആയിരിക്കും. സോ നോക്കുക, ഇവിടെ ഈതർ ആണ്. ഇതേ കാർബൺ ആറ്റങ്ങളും ഹൈഡ്രജൻ ആറ്റങ്ങളും ഓക്സിജൻ ആറ്റങ്ങളും അടങ്ങിയിരിക്കുന്ന ഫോർത്ത് കോമ്പൗണ്ട് ഒരു ആൽക്കഹോൾ ആണ്. ഈ ആൽക്കഹോൾ ആണ് ഈ ഈതറിന്റെ ഫങ്ഷണൽ ഐസോമർ. രണ്ടിലും 4 കാർബൺ ആറ്റങ്ങൾ പ്രസന്റ് ആണ്, 1 ഓക്സിജൻ ആറ്റം പ്രസന്റ് ആണ്, 8 ഹൈഡ്രജൻ ആറ്റം പ്രസന്റ് ആണ്. സോ ഇവര് തമ്മിൽ ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ്.